പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, നമസ്കാരം. വിഷിംഗ് യു മെറി ക്രിസ്മസ്, വിഷിംഗ് യു ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവരും മനോഹരമായിട്ടുള്ള പരിപാടികളുടെ ഇടയിലാണ്, ആഘോഷത്തിന്റെ ഇടയിലാണ് നമ്മളെല്ലാവരും ഇവിടെ കാര്യങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ആഘോഷം മാത്രമാണ്. എന്തിനൊക്കെ ആഘോഷമാണെന്ന് വെച്ചാൽ നിർമ്മാണയുടെ ആഘോഷമാണ്, ക്രിസ്മസിന്റെ ആഘോഷമാണ്, ന്യൂ ഇയറിന്റെ ആഘോഷമാണ്, ഫ്രണ്ട്ഷിപ്പിന്റെ ആഘോഷമാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് 1 lakh പ്ലസ് യൂട്യൂബ് ഫാമിലിയുടെ ആഘോഷമാണ്, ടീം വർക്കിന്റെ ആഘോഷമാണ്. ഞങ്ങൾ ഇങ്ങനെ കാരണങ്ങൾ ഉണ്ടാക്കുക, ആഘോഷിക്കുക. ഈ ഒരു എപ്പിസോഡ് മൊത്തം സെലിബ്രേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബലൂണുകൾ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള എല്ലാ ബലൂണും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വീർപ്പിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് നിമിഷമായപ്പോൾ പിന്നെ 2 ബലൂൺ അവർ വീർപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാവങ്ങളെ വിട്ടതാണ് അല്ലേ? പറയാൻ നാവ് കൊണ്ടില്ല. ഹായ്, ഞങ്ങൾ വീണ്ടും എത്തി. ഞങ്ങള് ഇതുവരെ എണീക്കാത്ത സമയത്താണ് ഞങ്ങൾ എണീച്ചത്. 4 മണിക്ക് എണീറ്റിട്ട് ഞാനും അപ്പസും കൂടി തൃശ്ശൂരിൽ നിന്നൊക്കെ പുറപ്പെട്ട് കൊച്ചിയിലെത്തി. വലിയൊരു സംഭവത്തിന്റെ സെലിബ്രേഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കൊച്ചിയിലെത്തിയത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി. ഇനി നേരെ റൂമിലേക്ക്. വാശി വെട്ടിത് കട്ട് ചെയ്തേക്ക്. അത് പൊട്ടിക്കൊണ്ട് ബർത്ത്ഡേ സെലിബ്രേഷന് ശേഷം ബലൂണ്, മാസ്ക് ഒക്കെ കണ്ട പേര്. എല്ലാ റിവ്യൂസ് ഒക്കെ വന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ആഘോഷത്തിന്റെ പേരിലാണ്. ഏത് ആഘോഷത്തിന്റെ പേരിലാണെന്ന് ഇപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ ആഘോഷത്തിന് ഒരു കാരണങ്ങളൊന്നും വേണ്ട. അപ്പൊ ഇന്നത്തെ ഈ ആഘോഷത്തിന്റെ പേർപ്പസ് 1-2 കാര്യങ്ങളാണ്. ഒന്ന്, നിർമ്മാണം ഇത്രയും മനോഹരമായിട്ട് എല്ലാവരും സ്വീകരിച്ചതിൽ. സോ അതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, നിർമ്മാണം കയറി ക്ലിക്കായതോടുകൂടി യൂട്യൂബ് ചാനൽ കയറി ക്ലിക്കായി. അപ്പൊ അതിന് ഏകദേശം 1 lakh സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറി വന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ 2020 കഴിഞ്ഞ് 2021 പോവുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ തുടങ്ങുന്നത് വളരെ ഫോർമൽ സ്വഭാവത്തിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ കുറച്ചുകൂടെ ഏറെ കിട്ടുന്നൊക്കെ. അപ്പൊ തുടക്കത്തിൽ ഒരു വാമപ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫോർമലായി തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി പിന്നോട്ട് പറയും. അപ്പോഴേക്കും ഞാൻ ബാക്കി എന്താ പറയുന്നത് അറിയിക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ആദ്യം CP പറയുമ്പോൾ എങ്ങനെയാണ് ഇത് വിഷ്വലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അങ്ങനെ ഓരോരുത്തരും വന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇനി ഇതിൽ നന്നായിട്ട് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റും. ഈ ടീമിന്റെ ഒപ്പം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് 2021 കടക്കാം. ആദ്യം തന്നെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. കാരണം നിർമ്മാണ ഏറ്റവും അടുത്ത ദിവസം തന്നെ 1 lakh വ്യൂവേഴ്സ് ആണ് കണ്ടത്. അതൊരു വലിയ കാര്യമല്ല. അതിന് ടീം നിർമ്മാണയ്ക്കും അതേപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്ന എൻറ്റയർ ടീമിനും
ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഈ എഫേർട്ട് മാത്രമാണ് അത് ഇത്രയും മനോഹരമായിട്ട് കൊണ്ട് എത്തിച്ചത്. നിർമ്മാണത്തെ കുറിച്ച് പറയുന്ന പോലെ തന്നെ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്ന ഫുൾ ടീമിനെ കുറിച്ച് പറയണം. കാരണം നിർമ്മാണം ഇറങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോബബ്ലി ഒരു 2 weeks മുമ്പ് തന്നെ അവർ അതിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടീം നിർമ്മാണം ടീം യൂട്യൂബ് ചാനലും ഒരേപോലെ സഞ്ചരിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ ആ 2 ടീമും ഇവിടെ ഉണ്ട്. ഒരു ബിഗ് 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 കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ വേറൊരു സന്തോഷമാണ്, ഇത് റിലീസ് ചെയ്തത് എനിക്ക് സുരേഷ് ഏട്ടൻ മുതൽ ഒരുവിധം എല്ലാവരും ഇൻഡസ്ട്രിയിലുള്ളത്, മഞ്ജു ചേച്ചി ആണെങ്കിലും സുരാജ് ഏട്ടനാണെങ്കിലും ഒക്കെ എല്ലാവരും പേഴ്സണലായി വിളിച്ച് വിഷ്വലിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. റിലീസ് ചെയ്യാത്ത ഒരാളുടെ അടുത്തും എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടി. അത് പാട്ടിനെ കുറിച്ചാണെങ്കിലും വിഷ്വലിനെ കുറിച്ചാണെങ്കിലും മറ്റാരുമല്ല, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ് അത് പറഞ്ഞത്. അപ്പൊ ഈ കൺഗ്രാറ്റുലേഷൻസ് മാത്രമല്ല, എന്നെന്നും ഓർത്തു വെക്കാൻ, എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു ചെറിയ കുട്ടി ഉപഹാരം കൂടെ ഞങ്ങൾ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ഈ മെമന്റോ ഒരു ഐഡിയ വന്നപ്പോൾ, ഞങ്ങൾക്ക് ഈ ഒരു ആശയം വന്നപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ മെമന്റോ ഉണ്ടാക്കാൻ സാധിച്ചത് ചാലക്കുടിയിലുള്ള IN.DOT ഫോട്ടോ ബുക്ക് എന്നുള്ളൊരു സ്റ്റുഡിയോ ആണ്. സോ ഒരു നോർമൽ മെമന്റോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു എന്നെന്നും വീട്ടിൽ വെക്കാവുന്ന ഒരു സുഖം കൂടെ ഫീൽ ചെയ്യുന്ന ഒരു മെമന്റോ ആണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ കൂടി ഞാൻ ഈ ഒരു അവസരം എടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടീം ഇനിയും ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്യേണ്ടവരാണ്. സോ ആദ്യം തന്നെ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഇത് ഇത്രയും മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ്. സോ ആദ്യം തന്നെ ഞാൻ കിഷോറായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം കിഷോറിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അതിനകത്ത് കംപ്ലൈന്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ശ്രീയുടെ ഐഡിയ ആയിരുന്നു മറ്റേ ജീൻസ് കയറ്റി വെക്കണം എന്നുള്ളത് ഒരു കാല്. അപ്പൊ കാണാനൊക്കെ നല്ല ലുക്കായിരുന്നു. പക്ഷെ ഈ കാടിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് ഓരോ തവണയും ഓടി തിരിച്ചു വരുമ്പോ ഫുള്ള് ഇങ്ങനെ തോൺസും അതും ഇതൊക്കെ ആയിട്ട് കാലില് മൊത്തം വരെയായിരുന്നു. അപ്പം നീറലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നീറലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, എല്ലാവരും ഇങ്ങനെ മോണിറ്റർ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ ശ്രമിക്കുക, ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓടുക, എന്തൊരു അവസ്ഥയാണ്. എന്നിട്ട് നമ്മള് ഓടിക്കഴിഞ്ഞിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കുന്ന പോലില്ല, എല്ലാവരും മോണിറ്റർ അകത്താണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വേറൊരാളെ കണ്ടത്, നേരെ എന്റെ മുമ്പിൽ നിന്നിരുന്ന ഒരു വ്യക്തി. അതാണ് കിഷോറേട്ടൻ. ഞാൻ നേരെയാണ് ഓടിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയാണ് ഓടിയിരുന്നത്, റിവേഴ്സ് ഗിയറിലാണ് അദ്ദേഹം ഓടിയിരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കിഷോറേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ പെയിനൊക്കെ പോയത്. കാരണം എന്നേക്കാൾ കഷ്ടപ്പെട്ടിട്ട് ഒരാൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളത് അതിനൊരു വലിയ കയ്യടി കിഷോറേട്ടൻ. അടുത്തത് ഞങ്ങൾ ശ്രീന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ശ്രീന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും അറിയണ്ടാവില്ല. സിയാൻ എന്നെ കൊണ്ട് 5 വയസ്സ് പ്രായം കുറവായതുകൊണ്ടാണ് ഞാൻ ശ്രീ ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അടി കൂടുതൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഞങ്ങൾ പക്ഷെ ഏറ്റവും കൂടുതൽ സിങ്ക് ഉള്ളത് ഇദ്ദേഹമായിട്ടാണ്. തുടക്കം മുതൽ നിർമ്മാണം മാത്രമല്ല, ഞങ്ങളിപ്പോ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഒരുപാട് ആഡ്സ് ഡയറക്ട് ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റ് മുതൽ റീപോസ്റ്റ് മുതലുള്ള വലിയ വലിയ കമ്പനീസിന് വേണ്ടി നമ്മൾ ആഡ്സ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ അണു എന്നൊക്കെ പറയുന്ന പോലെ 99.9% വർക്കുകളും ശ്രീയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ തുടക്കം മുതൽ നമ്മുടെ യാത്രയിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഡയറക്ടേഴ്സ് ആവാൻ ധൈര്യം കാണിച്ചത് ശ്രീ കൂടെ മാത്രമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരാളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുക. അപ്പൊ ശ്രീക്ക് ഒരു ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം എക്സ്റ്റീരിയർ ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് മൂന്നാർ പോയി ലൊക്കേഷനൊക്കെ കണ്ടു. ലൊക്കേഷനൊക്കെ കണ്ട് ഞങ്ങളുടെ വീഡിയോയിലൊക്കെ എല്ലാം കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞ് ഞങ്ങൾ കിഷോറേട്ടൻ ഭയങ്കര ആകാരത്തോടു കൂടി കിഷോറേട്ടനും ശ്രീക്കും കൊടുത്തു. അവർ പറഞ്ഞു നമ്മളിവിടെ അല്ല ഷൂട്ട് ചെയ്യുന്നത്, ഈ ലൊക്കേഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. സോ ആ ദിവസം രാത്രി അവിടെ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾക്ക് വേണ്ട കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു. പറയാതിരിക്കാൻ ഇത്രയും മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസ് നമുക്ക് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വക്കീൽ ബ്രോ ഒറ്റ ഒരാളാണ്. ഇവിടെ ആര് സംസാരിച്ചില്ലെങ്കിലും വക്കീൽ ബ്രോ സംസാരിക്കും. വക്കീൽ ബ്രോ ആദ്യം തന്നെ ഇപ്പൊ എന്നെ അറിയത്തില്ലാത്തവരുണ്ടാവും.
വക്കീൽ ബ്രോയ്ക്ക് അപ്പുറം എനിക്കൊരു പേരുണ്ട്. പേര് ആശിഷ് വർഗീസ് എന്നാണ്. പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. പക്ഷേ കുറച്ചു കാലമായിട്ട് ടൂറിസം ബിസിനസ്, ഇതുപോലെ ലൊക്കേഷൻ മാനേജ്മെന്റ്, സർവൈവൽ ഗൈഡ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. 2 മിനിറ്റാണ് എനിക്ക് സംസാരിക്കാൻ സമയം. എത്ര മിനിറ്റ്? ഞാനത്ര നന്നായി സംസാരിക്കുന്ന ആളൊന്നുമല്ല. GP ഞാൻ കഥ പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യമേ ആ കഥയൊന്ന് തുടങ്ങി വെച്ചത്. ഇല്ല, ആ കഥ ഞാൻ പറയില്ല. ഈ സംഭവം പറഞ്ഞാൽ GP ഓർമ്മ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ അത് പറയണോ വേണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പോകുമോ, ഒരു ലൊക്കേഷൻ കഴിക്കുമ്പോൾ GP അടിക്കുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് വളരെ മനോഹരമായിട്ട് GP ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇവിടെ മൈക്കുമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ കഥ പറയില്ല. ഇതിലും പേരും നിങ്ങളെ കഥ പറയുന്നത്. ആദ്യമായിട്ടായിരുന്നു എൻ്റെ അടുത്തൊരു ഗസ്റ്റായിട്ടും അല്ലെങ്കിൽ ഷൂട്ടിന് വന്ന ഒരു ഇതില് ഞാൻ വളരെ ഇമോഷണലി ഒരു ഫ്രജൈൽ ക്യാരക്ടറാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ പോകുന്ന ടൈമിലാണ്. കാരണം എനിക്ക് ഷൂട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലെറ്റസ് റീബിൽഡ് അവർ സെൽസ് എന്ന് പറയുന്നത് പോലെ എനിക്ക് ഷൂട്ടിന് ശേഷമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് എൻ്റെ എന്തെങ്കിലും ഒരു ഇതായിട്ട് വന്നിട്ട് വക്കീൽ ബ്രോ എന്നുള്ള പേരിൽ തന്നെ ഒരു ബാനറിൽ എന്തെങ്കിലും രീതിയിൽ വരുന്നത്. എനിക്ക് ആ ഒരു പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഇൻസ്പയർ ആയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ റീബിൽഡ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. വക്കീൽ ബ്രോ ഈ സന്ദർഭത്തിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഇതിനൊക്കെ ഇനീഷ്യലി കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ സോങ്ങിന്റെ കാരണക്കാരനായിട്ടുള്ള സുദീപ് പാലനാണ്. അദ്ദേഹമാണ് നമുക്ക് നിർമ്മാണ എന്നുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സോങ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഡയറക്ഷൻ ടീമിൽ നിന്ന് വരുന്ന സജഷൻസ് പോലും അദ്ദേഹം ഇൻവോൾവ് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എടുത്ത് അതിനെ ആ രീതിയിൽ നമുക്ക് ഇത്രയും മനോഹരമായിട്ടൊരു സോങ് ഡെലിവർ ചെയ്ത് അദ്ദേഹത്തിനും ഒരു വലിയ കാര്യം. ഇനി അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് സപ്പോർട്ടിങ് സ്റ്റാഫ് എല്ലാം കുറവായിരുന്നു. ആകെ 5-6 ആൾക്കാർ 7-8 ആൾക്കാരുള്ളൊരു ഷൂട്ടായിരുന്നു. പക്ഷെ ആ ഷൂട്ടിലും ഒരു ഡയറക്ടറുടെ കൂടെ നിന്ന് ഡയറക്ടർ പറയുന്നതെല്ലാം ഓടി നടന്നു ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണോ ചോദിച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അസിസ്റ്റന്റ് ആർട്ടാണോ ചോദിച്ചാൽ അസിസ്റ്റന്റ് ആർട്ടാണ്, അസിസ്റ്റന്റ് ക്യാമറയാണോ ചോദിച്ചാൽ അസിസ്റ്റന്റ് ക്യാമറയാണ്. ഓൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളുടെ എപ്പോഴും ഓൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ടീമിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റിയാണ്. എന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെ പിടിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വരെ പിടിച്ചു തരാൻ മടിയില്ലാത്ത നമ്മുടെ സ്വന്തം വിനോദൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിർമ്മാണ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് കഫേ പ്രസൻസ് നിർമ്മാണ എന്നാണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയതും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഇവിടെ നടത്താൻ പറ്റിയതും. അപ്പോൾ ഇംഗ്ലീഷ് കഫേയിലെ എല്ലാ റെപ്രസെന്റേറ്റീവ്സിനും ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു വെഞ്ചറിന്റെ ഭാഗമായിരുന്ന് ഒരിക്കൽ കൂടെ മനസ്സിൽ തട്ടി നന്ദി പറയുന്നു. സോ പ്ലീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ നിർമ്മാണ ഇറങ്ങിയപ്പോ അതുപോലെ കേട്ടൊരു കാര്യമായിരുന്നു ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ജീവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കിഷോറേട്ടൻ മുതൽ DI ചെയ്യുന്ന ആൾക്കാർ മുതൽ എല്ലാവരും. പക്ഷെ അതിനൊരു ബേസ് ഇട്ട് തുടങ്ങിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫ്രം നമ്മുടെ സ്റ്റാർട്ടിങ് ഇൻഡോർ ടുവേർഡ്സ് ദ ഹോൾ ഷൂട്ടില് കൂടെ നിന്ന് നമ്മൾക്ക് ബേസ് ഇട്ട് തന്നത് ഇതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഷിബാസ് ആണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. യൂട്യൂബ് ചാനലിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ക്ലിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കണമെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഭംഗി വേണം. തമ്മി എന്ന് പറയും. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ തമ്മിയിലും ഒരൊറ്റ വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിർമ്മാണ പോസ്റ്റേഴ്സ് അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്രയും മനോഹരമായിട്ടുള്ള മെമന്റോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. മഹേഷ് ജി.
ഇതാണ് മഹേഷ്. ഇങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹേഷ് Happy, happy, happy. Everyone is happy. Happy, happy, happy. Everyone is happy. Happy, happy, happy. Everyone is happy. Happy, happy, happy. ശ്രീ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ബൈ എല്ലാം ഓക്കെ, പക്ഷേ എന്തോ ഓഫ് ചെയ്തിട്ടെന്നാ പറഞ്ഞത്, അതിലൊരു ഒരു പ്രോക്സിമിറ്റി ഓഫ് ചെയ്തിട്ട് ഒരാള് ഇത്രയും ഗംഭീരമാക്കിയിട്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വരെ ഒരു സാധനം കൊണ്ടുപോയിട്ട് തലയുടെ മേലെ കൂടെ ഒരു സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ട് നിർമ്മാണം കണ്ടവർക്കറിയാം. ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഇതുകൂടെ എന്റെ ഇത്രയും അടുത്തുകൂടെ ഒരു ഷോട്ട് പോയിട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുക, ഇത്രയും കാറ്റുള്ള സമയത്ത് ഏറ്റവും ഫൈനൽ ഷോട്ടിൽ നേരെ പിന്നിലേക്ക് നമ്മുടെ ഡ്രോൺ പറത്തുക, അതിനൊക്കെ വേണമെങ്കിൽ വിഷ്ണുവിനെ പോലെ ഒരാൾ കൂടിയേ തീരൂ എന്നുള്ളത് സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നപ്പോഴാണ് താങ്കൾ അവിടെ തീർത്തു വെച്ച വിസ്മയം എന്താണെന്ന് മനസ്സിലായത്. ഒരു മാജിക് തന്നെയായിരുന്നു. വിഷ്ണു പ്ലീസ്. വളരെ ചെറിയ സമയം കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും, ഐഡിയാസ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ തോന്നുന്നു എക്സ്റ്റീരിയർ മാത്രം മതി, ചിലപ്പോൾ തോന്നുന്നു ഇന്റീരിയർ മാത്രം മതി, ചിലപ്പോൾ അങ്ങനത്തെ ചെയ്യണം ഇത് ചെയ്യണം. സോ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള പ്ലാൻ ചെയ്യാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഞങ്ങൾ കൊടുത്ത ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്രം വെച്ചുകൊണ്ട് ഒരുപക്ഷെ ആ ഇൻഡോറിനെ ഇത്രയും മനോഹരമായിട്ട് എലഗന്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ്. ആളുടെ സ്വഭാവം പോലെ ആ വിനയം ആണ് പുള്ളിയുടെ മെയിൻ. അതുപോലെ തന്നെയാണ് പുള്ളിനെ കാണാനും വിനയത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് അദ്ദേഹം. വളരെ സൈലന്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ എല്ലാം കഴിഞ്ഞാണ് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നു. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അറിയാം അദ്ദേഹം അവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എല്ലാം സെറ്റ് ആക്കിയത്. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മനസ്സിൽ വന്നൊരു കോൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും അവസാനം പറയുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ലോക്ക്ഡൌൺ ഒരു ദശയാണ്. അതിൽ നിന്നും വർണ്ണശലഭമായിട്ട് നമുക്ക് പുറത്ത് പറന്നുയരാൻ സാധിക്കട്ടെ ഈ നന്മയുടെ ആകാശത്തിൽ എന്നുള്ളത് കോൺസെപ്റ്റ് ആലോചിച്ചുണ്ടാക്കി കേട്ടപ്പോൾ ഭയങ്കര രസം തോന്നി. പക്ഷെ ഇത് ജനങ്ങളോട് വായിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ കൂടെ ഉള്ളത് ശ്രീയൊക്കെയാണ്, അരവിന്ദനൊക്കെയാണ് എന്നുള്ളത് തന്നെ ഈ വർണ്ണശലഭത്തെ തുടക്കത്തെ ഫ്രെയിം തന്നെ ഇങ്ങനെ ഇവന്റെ പൂമാറ്റ് ചിറക് വെച്ച് തന്നെ നമുക്ക് തുടങ്ങണം. ഈ ചിറക് മാറുമ്പോഴാണ് ജിപിയെ കാണേണ്ടത്. അപ്പൊ ഈ ഉള്ള സാധനങ്ങൾ ബലൂൺ വരെ മനസ്സിലായി എന്താണെന്നുള്ളത്. വളരെ ലിമിറ്റഡ് ടൈം കൊണ്ടാണ് അവര് നമുക്ക് ഇത്രയും VFX പ്യൂപ്പയുടെ സംഭവങ്ങൾ കമ്പോസ് ചെയ്യുന്നതാണെങ്കിലും തുടക്കത്തിലെ ചിറകാണെങ്കിലും അവസാനത്തിലുള്ള ബട്ടർഫ്ലൈ ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറഞ്ഞത് ദ ഫസ്റ്റ് ബിഗിനിങ് ഷോട്ട് എന്ന് പറയുന്നത് എന്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബിഗിനിങ് ഷോട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ അതൊരു ചെറിയ കാര്യമല്ല. സോ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അതിൽ പകുതി പല ആൾക്കാരും നേരിട്ട് കാണാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീ മരുന്നേട്ടൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇവരെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. രണ്ടുപേരും ടെക്നീഷ്യൻസ് ആണ് അല്ലേ? താങ്ക് യു സോ മച്ച്. ഒരു പക്ഷേ ലാസ്റ്റ് 15 to 20 ഡേയ്സ് മുമ്പ് വരെ എനിക്ക് 40,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ. നിർമ്മാണ ഡിസംബർ 2 റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്ത് വന്നാലും നമുക്ക് ഫസ്റ്റ് ഡേ ഒരു 1 lakh വ്യൂസ് എങ്കിലും കിട്ടണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ടീമിന്റെ അടുത്ത് പറഞ്ഞത്. ലാസ്റ്റ് 15 to 20 ഡേയ്സിനകത്ത് അവര് പിന്നെ ഉണ്ടാക്കിയ സബ്സ്ക്രൈബർ ബേസ് എന്ന് പറയുന്നത് 70,000 ആളുകളെ. നമ്മുടെ ചാനലിൽ 70,000 സബ്സ്ക്രൈബേഴ്സ് കയറി വന്നത്. അതിനൊരു മനോഹരമായിട്ടുള്ള ടീം തന്നെ നമ്മളെ സഹായിക്കാനുണ്ടായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് മ്യൂസിക് അതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു വ്യക്തി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിരിക്കുന്നത് ഞാനും DPയും GVയും ഒക്കെ കൂടിയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ പോയതിന്റെ ഒരു മ്യൂസിക് ഉണ്ട്. ആരാധ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വെച്ചിട്ടുള്ള DP അതിനകത്ത് ആരാധ് എന്ന് 2 തവണ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം അതിനെ പിടിച്ചൊരു സോങ് ആക്കി. നിഖിൽ എന്താ അറിയില്ല
നിർമ്മാണ ടീമിനേക്കാൾ കഷ്ടമാണ് യൂട്യൂബ് ടീമിന്റെ ആൾക്കാര്. അതിന് വായ തുറക്കുകയില്ല. അതാണ് അവരുടെ നിർമ്മാണം. പിന്നെയും ഓഫ് സ്ക്രീനിലെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം, ഇവർ ഓഫ് സ്ക്രീനിലും ഇണ്ടാതിരിക്കും. എന്ത് പറഞ്ഞാലും ആ അല്ല ഏട്ടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്താലും എന്ന് ചോദിക്കും അപ്ലോഡ് ചെയ്യണതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ്. അപ്പൊ എന്തെന്ന് നീ നേരത്തെ പറയുന്നത് അല്ല ചേട്ടനെങ്കിലും തോന്നിയാലും വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നിഖിൽ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വീക്സ് ഞാൻ അത്രയും ഇൻവോൾവ് ആയിരുന്നു. യൂട്യൂബിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. അപ്പൊ അത് എനിക്കുണ്ടാക്കിയ സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഞാൻ ശരിക്കും യൂട്യൂബ് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ബാക്കി കാര്യത്തിൽ നിന്ന് എത്ര ഡിസ്കണക്റ്റഡ് ആണ് എന്നുള്ളത് അരവിന്ദേട്ടൻ അറിയാം. കാരണം ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ കുറഞ്ഞു. ഒരുപക്ഷെ എന്നെ പോലെ തന്നെ അത്രയധികം ഇൻവോൾവ് ആയിട്ട് ഏതു നേരം ഇതിനെ കുറിച്ച് ചിന്തിച്ച് ഇതിനു വേണ്ടി മാത്രം ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്തിട്ട് ഒരുപക്ഷെ ഈ ഒരു റീച്ചിന് വരെ ഈ ഒരു 15 ദിവസത്തിലെ 70,000 സബ്സ്ക്രൈബേഴ്സിന് കാരണമായത് ഒരു പേര് മാത്രം പറയാൻ പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ പേരെടുത്ത് പറയുന്ന ശ്രീയിൽ നിന്നും ഞാൻ ഹൈജാക്ക് ചെയ്ത നമ്മുടെ എഡിറ്റർ മുബഷീർ. മുബഷീർ വന്നിരിക്കുന്ന 1 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ തരുന്നതാണ്. അത്രയധികം ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടാ. ബാക്കിയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും എനിക്ക് സ്പീച്ചിന് അത് പറഞ്ഞിരുന്നില്ലേ, 1 മണിക്കൂറെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞ പറയുന്ന പോലെ കേൾക്കാറില്ല. അത്രയും സൈലന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ചെറിയൊരു വ്യക്തിയല്ല, ഒരു ഗംഭീര ഡൈനാമൈറ്റ് ആണ്. താങ്ക് യു മുബഷീർ, താങ്ക് യു സോ മച്ച്. മുബഷീർ മാത്രമല്ല, ഇതേപോലെ മുബഷീറിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. മുബഷീറിന്റെ കൂടെ തന്നെ കട്ടക്ക് നിൽക്കുന്ന ശ്രീയുടെ ഒരു ടീം തന്നെ ഇന്ന് നമ്മുടെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ ടീമിലുള്ള ശ്രീയുടെ എഡിറ്റിംഗ് ടീമിലുള്ള എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇനി ടീമില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് വിഷ്വൽ നന്നായി വന്നിട്ടുണ്ടെങ്കിലും വിഷ്വൽ ഷേക്ക് ഉണ്ടെങ്കിലും ഒക്കെ പുള്ളിയാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ എന്റെ എല്ലാ ലൈവ് വ്ലോഗ്സിലും നമ്മുടെ കൂടെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു വീഡിയോഗ്രാഫറെ അല്ല എന്നുള്ളതാണ്. സൂരജ് ഒറ്റയ്ക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫി എടുക്കാൻ പഠിച്ച വ്യക്തിയാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ആള് ഒരു ഗംഭീര മനുഷ്യൻ കൂടിയാണ്. അതായത് എല്ലാ സെലിബ്രിറ്റീസിനെയും സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലൂടെ എത്തിച്ചിട്ടുള്ളതാണ്. വീഡിയോഗ്രാഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ല, പക്ഷെ എങ്കിലും വളരെ ചെറിയ സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ കാണിച്ച ആ ഒരു കഴിവുണ്ടല്ലോ, അത് ചെറുതല്ല. അപ്പോ തുടക്കം മുതൽ ഇപ്പോഴും ഇതുവരെ കൂടെ കട്ടക്ക് നിൽക്കുന്ന നമ്മുടെ എല്ലാമാണ് സൂരജ് അപ്പോസ്. ഇവരുടെ കൂടെ 2 ദിവസവും നമ്മുടെ കൂടെ ഫുൾ ടൈം അവിടെ കട്ടക്ക് നിന്ന ഒരാളാണ് സിയോൺ. അവിടെ എത്തിയിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷൻ ഉണ്ട്, എന്താ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്രൂ വരും, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ എപ്പോഴാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നാളെയാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വക്കീൽ ബോണ്ട് പൊതുവെ ഞങ്ങൾ യൂട്യൂബിൽ മറ്റേ ഗ്രാഫിക്കലി കിളി പോകുന്നൊക്കെ ഇടാറുണ്ട്. ഇത് അതൊന്നും ഇടേണ്ടി വന്നിരുന്നില്ല, ശരിക്കും കിളി പോകുന്ന ഞങ്ങൾക്ക് കാണാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സിയോൺ കൂടെ നിന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. സിയോൺ എന്ന് വന്നതിൽ ഒരുപാട് സന്തോഷം. സോ സിയോൺ പ്ലീസ്. യൂട്യൂബ് വ്ളോഗ് ചെയ്യുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഹിറ്റ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ വ്ളോഗുകളും ഞാൻ സ്റ്റാർട്ട് ചെയ്ത ലൊക്കേഷൻ ഒന്നാണ്. നിർമ്മാണയ്ക്കുള്ള ഇന്റീരിയർ ഷൂട്ട് ആണെങ്കിലും നിർമ്മാണയ്ക്ക് വക്കീൽ ബോയിനെ കാണാൻ പോകുന്നതാണെങ്കിലും ഇപ്പൊ ഈ ഡേഞ്ചറസ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഡീപ്പിടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള എന്റെ യൂട്യൂബ് ചാനലിലെ വിഷ്വൽ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ എഡിറ്റിംഗ് സ്യൂട്ടിൽ ഇരുന്നിട്ട് മുബഷീറിന്റെ കൂടെ ഇരുന്ന് നോക്കുമ്പോൾ എല്ലാത്തിന്റെയും തുടക്കം ഒരേ സ്ഥലമാണ്. പൊതുവെ കാറാണുള്ള സിനിമകളാണ്, എല്ലാത്തിന്റെയും ഒരേ ലോബി ഒരേ സ്ഥലം. സോ താങ്ക് യു ഹോളിഡേ, നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നതിന്. സിൻസിയാണ് നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. സിൻസി പ്ലീസ്. യൂട്യൂബ് ചാനലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പേരും കൂടി ഉണ്ട്. ഒന്ന് ശ്രീ ഇതിലേക്ക് ഓൺബോർഡ് ശ്രീയുടെ ടീമിനെ യൂട്യൂബ് ചാനലിന് വേണ്ടി തരുന്നതിന് മുമ്പ് GP സ്റ്റോറീസ് ഇപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹലോ GP ഇപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സ്വന്തം ആനന്ദ് ബോർഡിന് ഒരു വലിയ കയ്യടി. ആനന്ദ് ബോർഡിനെ എത്തിയിട്ടില്ല, കുറേ സാധനങ്ങൾ ആനന്ദാണ് ചെയ്തു വെച്ചത്. മുബഷീറാണ് ഈ ലേറ്റസ്റ്റ് വ്ളോഗ്സ് മൊത്തം ചെയ്തത്. ബിരിയാണി വ്ളോഗ് മുതൽ നവംബറിന്റെ പഠിപ്പിക്കൽ മുതൽ DPയുടെ ഏറ്റവും സെൻസേഷൻ ആയിട്ടുള്ള 3 വ്ളോഗ്സും ഒക്കെ മുബഷീറാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ യൂട്യൂബ് ചാനലിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇത് സബ് ടൈറ്റിൽ ചെയ്യുന്ന ഒരാള് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ റീച്ചിന് സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്.
അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണെന്ന് തോന്നുന്നില്ല. സോ മെല്ലെ മെല്ലെ റെലവെന്റ് ആയിട്ടുള്ള വ്ലോഗ്സ് ഒക്കെ ഞങ്ങൾ സബ്ടൈറ്റിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ബാച്ച്മേറ്റും കൂടിയായ എന്റെ ക്ലാസ്മേറ്റും കൂടിയായിട്ടുള്ള കൂട്ടുകാരിയാണ് രേണുക എന്ന് പറഞ്ഞിട്ട്. രേണുക ബാംഗ്ലൂരാണ്, അതുകൊണ്ട് രേണുകയ്ക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. സോ രേണുകയ്ക്കും ഒരു വലിയ കൈയടി. ഇനി തുടക്കം മുതൽ ഇതുവരെ ഒരുപക്ഷെ എന്തെങ്കിലും ഇല്ലെങ്കിൽ സൂരജ് ബോസ് ചിലപ്പോൾ ക്യാമറ ഇല്ല, മ്യൂസിക് ഇല്ല, കണ്ടന്റ് ഇല്ല എന്നൊക്കെ വരുമ്പോ ഞാൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ മെയിൻ ആളാണ് അദ്ദേഹം, എന്നേക്കാൾ മെയിൻ ആണ്. അപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം വിളിക്കാം എന്ന് തീരുമാനിച്ചത്. നമ്മൾ കണ്ടന്റിലൂടെ നമ്മൾ വെറുതെ സംസാരിക്കാൻ പറയും. അപ്പൊ കണ്ടല്ലോ വെറുതെ വ്ളോഗ് ഒരു ഇൻട്രസ്റ്റിംഗ് ആവുന്നില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും അപ്പോസ് വെറുതെ ക്യാമറ നിർദ്ദേശത്തിന്റെ മൊത്തത്തിൽ വെച്ചാൽ മതി. കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കിട്ടും. കുറെ പണ്ടങ്ങൾ കൊണ്ടും മണ്ടത്തരങ്ങൾ കൊണ്ടും നിങ്ങളുടെ ബ്ലോഗ് ഇത്രയും ഗംഭീരമാക്കുന്ന ഞങ്ങളുടെ യൂട്യൂബിൽ എല്ലാമായ സത്യമാണ് നെറ്റ്ഫ്ലിക്സിൽ എന്ത് ടൈറ്റിൽ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നൗഫലാണ് DP ജീവ ആ എപ്പിസോഡിന്റെ ക്യാമറ വരെ ഹാൻഡിൽ ചെയ്ത എല്ലാ വിഷയത്തിലും ഫോക്കസ് ഔട്ടായിട്ടുള്ള കണ്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഇദ്ദേഹമാണ് രാത്രി മാസ്ക് വെച്ചിട്ട് സർപ്രൈസ് ചെയ്യണം എന്ന് പറഞ്ഞു പോയപ്പോ ഓടിച്ചാടി ബെഡിലേക്ക് വീണ് പേടിപ്പിച്ചിട്ട് ഹിറ്റാക്കി കണ്ടത് നമുക്ക് നൗഫലാണ്. അതെല്ലാം ചെയ്ത് ഒരു ഗംഭീര വ്യക്തിയാണ് നൗഫൽ. നീ സംസാരിക്കാതെ പോകാൻ പറ്റില്ല. ഇനി 4 പേര് യൂട്യൂബിലൂടെ മാത്രം മോശം പക്ഷെ എല്ലാവരും പോയിട്ടാലും ഞാൻ ചെയ്ത വീഡിയോ കൊണ്ട് അത്ര ഒരാൾക്ക് എത്തിയിട്ടില്ല. വ്യൂസ് അതുകൂടി പറയണം. ഫോക്കസ് ഔട്ട് ആയിട്ട് ഇവനെ എടുത്തത്. പക്ഷെ അതൊരു അവൻ തമാശക്ക് പറഞ്ഞാണെങ്കിലും പറഞ്ഞത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഏകദേശം 9 ലക്ഷത്തോളം ഒരു 1 മില്യൺ അടിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ഫോക്കസ് ഔട്ട് ആയിട്ട് ഇവൻ എടുത്ത വീഡിയോ ആണെന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ ട്രോളാൻ ശ്രമിച്ചാലും നൗഫൽ ബ്രോ സ്ട്രോങ് ആണ്. അതെ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു സമ്മാനം കിട്ടുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സമ്മാനം എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ്. നന്ദി. അപ്പൊ ഒരു കാര്യം ബാക്കിയിട്ടൊരു ഒന്ന് കിട്ടാൻ എല്ലാവരുടെ കയ്യിലും ഫുള്ളായല്ലോ. വന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ വന്നിട്ടില്ല. ഡയറക്ടർക്കോ? പക്ഷേ ശ്രീക്ക് ഞങ്ങളെ കുറെ കാലമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ മെമന്റോ നമ്മുടെ മാഗേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അത് കണ്ടപ്പോ അതിന് നല്ല ഭംഗി പേരൊക്കെ എഴുതിയിട്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ രണ്ടുപേരും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് കൈമാറുന്നതായിരിക്കും. കെട്ടിപ്പിടുത്തങ്ങളാണ് ഇനിയും എത്ര കെട്ടിപ്പിടിക്കാനുണ്ട്. ഒരിക്കലും നമ്മള് 2020 അവസാനിക്കുകയാണ്. എല്ലാവരും 2020 ഒരു പക്ഷേ വളരെ പേടിയ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിറഞ്ഞൊരു കൊല്ലമായിട്ടൊക്കെയാണ് കാണുന്നത്. ഞാൻ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടൊരു കേക്ക് ഉണ്ട്. ഈ കേക്കിന്റെ പ്രത്യേകത നിർമ്മാണ സെലിബ്രേഷൻ, യൂട്യൂബ് 1 lakh സെലിബ്രേഷൻ, ന്യൂ ഇയർ, ഫ്രണ്ട്ഷിപ്പ്, ക്രിസ്മസ് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു ഫാമിലി പാക്കേജ് ആണ്. അപ്പൊ ഈ ഒരു കേക്ക് ഒക്കെ മുറിച്ച് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് അങ്ങോട്ട് ആഘോഷിച്ച് പിരിയാം. എല്ലാവരും അങ്ങോട്ട് പരസ്പരം തൊട്ടാൽ മതി. അധികം കൊണ്ടല്ലോ. Arada.
Happy, na 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 na. Happy, make someone happy. Happy, 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 happy.